മന്ത്രിമാറ്റം നടക്കാത്തതിലെ അതൃപ്തി പ്രകടമാക്കിയിരിക്കുകയാണ് NCP അധ്യക്ഷൻ PC ചാക്കോ. നേതൃയോഗത്തിലെ PC ചാക്കോയുടെ സംഭാഷണം മീഡിയ വണ്ണിന് ലഭിച്ചു. ദേശീയ നേതൃത്വം എടുത്ത തീരുമാനമാണെന്നും നടപ്പാക്കണമെന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മന്ത്രിമാറ്റത്തിന് നിർബന്ധം പിടിക്കരുതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അപ്പോൾ ഘടകകക്ഷികളോടുള്ള കീഴ്വഴക്കങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് തനിക്ക് പറയാമായിരുന്നുവെന്നും സംഭാഷണത്തിലുണ്ട്. ഈ തീരുമാനം തെറ്റാണെങ്കിൽ എന്തിനു മുഖ്യമന്ത്രിയെ കാണണം? മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഒരു ചേഞ്ച് വേണോ, നിങ്ങളതിൽ നിർബന്ധം പിടിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശ്രീ ശരത് പവാറിന്റെ നേതൃത്വത്തിലെടുത്ത തീരുമാനമാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു തീരുമാനമാണ്, അത് നടപ്പാക്കണം. അതിനപ്പുറത്തോട്ട് ഞാൻ പറഞ്ഞില്ല. എനിക്ക് പലതും പറയാമായിരുന്നു. ജനാധിപത്യ കീഴ്വഴക്കങ്ങൾ എന്താണ്, ഘടകകക്ഷികളുടെ തീരുമാനങ്ങളെ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്ക് പറയാം. എനിക്ക് പത്രസമ്മേളനത്തിൽ പറയാം. എനിക്ക് ഇടതുപക്ഷ മുന്നണിയിൽ കാര്യം ഉന്നയിക്കാം. നല്ല പബ്ലിസിറ്റി കിട്ടും. എനിക്ക് നല്ല മുറിക്ക് കൊള്ളുന്ന പോലെ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിച്ചാൽ, അല്ലെങ്കിൽ കൊള്ളുന്ന അമ്പുകൾ പോലെ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, ഗുഡ് മോർണിംഗ്. ഈ NCPയുടെ കാര്യത്തിൽ അന്ന് ആ യോഗത്തിൽ നടന്ന അവരുടെ ഇൻഹൗസ് കാര്യങ്ങൾ, ആ ചർച്ചയിൽ എനിക്ക് തോന്നുന്നു ആ യോഗത്തിൽ മന്ത്രി ശശീന്ദ്രനും ഉണ്ടായിരുന്നു. ശശീന്ദ്രനെ കൂടി ഇരുത്തിക്കൊണ്ടാണ് PC ചാക്കോയുടെ പ്രസംഗം, സംസാരം എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ വലിയ അതൃപ്തി ആ പാർട്ടിക്കകത്ത് പുകയുന്നുണ്ട്. ഇതിപ്പോൾ ആ യോഗത്തിനകത്തെ ഈ സംഭാഷണം പുറത്തു വന്നതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെ കാണണം? ഈ മന്ത്രിമാറ്റം നടക്കാത്തതിലുള്ള അതൃപ്തി PC ചാക്കോക്ക് മാത്രമല്ല, ശശീന്ദ്രനല്ലാത്ത മുഴുവൻ പേർക്കും, ആ സംഘടനയിലകത്തെ നേതൃതലത്തിൽ നേതാക്കൾക്ക് മുഴുവൻ ഉണ്ട് എന്ന് കരുതേണ്ടതുണ്ടോ ഈ സമയവും? സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞൊരു 6 മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഈ NCPയിലെ മന്ത്രിമാരുടെ ചർച്ചകൾ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള വിവരങ്ങളാണ് ഈ പാർട്ടിക്കുള്ളിൽ തന്നെ പുറത്തു വരുന്നത്. അത് തുടക്കം മുതൽ തന്നെ നാം അടക്കമുള്ളവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിലും ഈ പറയുന്ന NCPയിലെ ഈ മന്ത്രിമാറ്റ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ തലത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല, ഇപ്പോൾ നിലവിൽ മന്ത്രി മാറേണ്ടതില്ല എന്നുള്ള തീരുമാനം മുഖ്യമന്ത്രി തന്നെ സ്വീകരിച്ചതാണ്. അക്കാര്യം മുഖ്യമന്ത്രി NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോനെ അറിയിക്കുകയും ചെയ്തതാണ്. അതായത് AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്നുള്ളതായിരുന്നു NCPയുടെ ആവശ്യം. അതിനോട് ഒരു അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയോ LDFോ തീരുമാനിച്ചിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അതൃപ്തി പല ഘട്ടങ്ങളിൽ PC ചാക്കോ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗത്തിലാണ് മുഖ്യമന്ത്രി എടുത്ത ആ തീരുമാനം തനിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നുള്ള ഒരു പരസ്യമായിട്ടുള്ള ഒരു വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം തനിക്ക് വലിയ തരത്തിലുള്ള അതൃപ്തി ഉണ്ടാക്കി എന്നുള്ള കാര്യം PC ചാക്കോ പരസ്യമായിട്ട് തുറന്നു പറഞ്ഞത് ആ നേതൃയോഗത്തിലാണ്. ആ നേതൃയോഗത്തിൽ പറഞ്ഞ കാര്യം എങ്ങനെ പുറത്തുപോയി എന്നുള്ളതൊക്കെ NCP സംസ്ഥാന നേതൃത്വം തന്നെ പരിശോധിച്ച് കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രിക്കെതിരെ PC ചാക്കോ പറഞ്ഞ കാര്യം ഇതാണ്: നിലവിൽ മന്ത്രിമാറ്റം വേണം, AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മുഖ്യമന്ത്രിയാക്കണം. അപ്പോൾ മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്, ഇപ്പോഴൊരു മന്ത്രിമാറ്റം വേണോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്, അത് അംഗീകരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അതിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. അപ്പോൾ അതിനകത്തുള്ള അതൃപ്തി PC ചാക്കോ തുറന്നു പറയുന്നുണ്ട്. അതുമാത്രവുമല്ല, മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നെഞ്ചത്ത് കൊള്ളുന്ന രീതിയിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി താൻ കുറച്ചും കൂടി രൂക്ഷമായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ തനിക്ക് വലിയ ഒരു പബ്ലിസിറ്റി കിട്ടിയേനെ. പക്ഷേ താൻ അത് ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതൊക്കെ PC ചാക്കോ തന്നെ വരും ദിവസങ്ങളിൽ അത് വ്യക്തമാക്കേണ്ടതാണ്. കുറച്ചുകൂടി പബ്ലിസിറ്റി PC ചാക്കോ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി മന്ത്രിയെ മാറ്റിയേ പറ്റുകയുള്ളൂ, ഇത് ഞങ്ങളുടെ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്, എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇത് വഴങ്ങാൻ കഴിയുന്നില്ല, ഘടകകക്ഷികളോട് ഈ രീതിയിലുള്ള സമീപനമാണോ സ്വീകരിക്കേണ്ടത്, ഇങ്ങനെയല്ലല്ലോ സ്വീകരിക്കേണ്ടതെന്നൊക്കെ PC ചാക്കോയ്ക്ക് പറയാമായിരുന്നു. പക്ഷേ തോമസ് കെ തോമസിന് വേണ്ടി PC ചാക്കോ അത് പറഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പബ്ലിസിറ്റി വേണ്ട എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം PC ചാക്കോ അങ്ങനെ പറയാതിരുന്നത്. പക്ഷേ പബ്ലിസിറ്റി കിട്ടിയേനെ എന്നും കൂടി PC ചാക്കോ പറയുന്നുണ്ട്. ഏതായാലും AK ശശീന്ദ്രനെ മാറ്റാതെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാതെ ശശീന്ദ്രനെ മന്ത്രിയാക്കി തുടരുന്നതിലുള്ള അതൃപ്തിയാണ് ഇപ്പോൾ PC ചാക്കോ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അത് പുറത്തേക്ക് വന്നതിനകത്ത് ഇത് എങ്ങനെ ഈ വിവരങ്ങൾ പുറത്തു വന്നു, കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗത്തിൽ താൻ ഇങ്ങനെ സംസാരിച്ചത് എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതൊക്കെ PC ചാക്കോയും തോമസ് കെ തോമസിനെ അനുകൂലിക്കുന്ന ആളുകളുമൊക്കെ കണ്ടെത്തേണ്ടതാണ്. നേരത്തെ സൈഫുദ്ദീൻ ചോദിച്ചതുപോലെ ഈ മന്ത്രിമാറ്റത്തിൽ AK ശശീന്ദ്രൻ ഒഴികെ ബാക്കി എല്ലാവർക്കും അതൃപ്തിയുണ്ട്. കാരണം AK ശശീന്ദ്രൻ
ശശീന്ദ്രനും വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകൾക്ക് മാത്രമാണ് മന്ത്രിമാറ്റം ഇപ്പോൾ വേണ്ടതില്ല എന്നുള്ള ഒരു ആഗ്രഹം NCP-ക്കകത്തുള്ളത്. ബാക്കി ബഹുഭൂരിപക്ഷം NCP-യിലെ അംഗങ്ങൾക്കും AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ അതിനോട് ഒരു അനുകൂല നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കാതെ വന്നതിലെ അതൃപ്തിയാണ് PC ചാക്കോ ഇപ്പോൾ ഇങ്ങനെ നേതൃയോഗത്തിൽ ഷിജോ, ഈ അതൃപ്തിയും നിരാശയും ഈ നേതൃയോഗങ്ങളിലടക്കം മറ്റു പല വേദികളിലും ഇങ്ങനെ തുറന്നു പറയുന്നതല്ലാതെ ഒരു കടുത്ത നടപടികളിലേക്ക് പോകാൻ PC ചാക്കോക്കും മറ്റുള്ളവർക്കും തോമസ് കെ തോമസിനൊന്നും ധൈര്യം വരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? സൈഫുദ്ദീൻ, നമുക്കത് സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ മനസ്സിലാകും. കാരണം ഇപ്പോൾ പല ഘട്ടങ്ങളിലും ഇപ്പോൾ LDF യോഗം നടക്കുന്നു. ആ LDF യോഗത്തിൽ പോലും ഞങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷേ എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തീരുമാനമെടുത്തതാണ് എന്ന് ഈ ഘടകകക്ഷികൾക്ക് പോലും അറിയാം. കാരണം മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെ തീരുമാനം എടുക്കേണ്ടതില്ല, ഇപ്പോൾ ഈ രീതിയിൽ സർക്കാരിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോയാൽ മതി, മറ്റൊരു മന്ത്രിമാറ്റ ചർച്ചയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു പുനഃസംഘടനയോ ഒന്നും തന്നെ ആവശ്യമില്ല, ഈ രീതിയിൽ സർക്കാരിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയാൽ മതി, പ്രത്യേകിച്ച് തോമസ് കെ തോമസിനെ മന്ത്രിയിലേക്ക് അല്ലെങ്കിൽ ഒരു മന്ത്രി പദവിയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഈ പറയുന്ന LDF-നുള്ളിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഘടകകക്ഷികൾക്ക് മൊത്തത്തിലുള്ള ഒരു തീരുമാനമായിട്ട് തന്നെ സർക്കാർ അതിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ LDF അതിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിനകത്ത് PC ചാക്കോയ്ക്കും മറ്റു ചില ആളുകൾക്കും NCP-യിൽ വലിയ ആഗ്രഹവും താല്പര്യവും ഒക്കെയുണ്ട്. പക്ഷേ AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനോട് ഇപ്പോൾ മുഖ്യമന്ത്രിക്കടക്കം സർക്കാർ തലത്തിലും LDF-ലും വലിയ താല്പര്യമില്ല. പക്ഷേ ഘടകകക്ഷികളുടെ താല്പര്യം സംരക്ഷിക്കുമെന്ന് സർക്കാരും LDF-ഉം ഒക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനോട് മുഖ്യമന്ത്രിക്ക് വലിയ താല്പര്യമില്ലാത്തത് തന്നെയാണ് ഈ മന്ത്രിമാറ്റത്തിന് നടക്കാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ കാണേണ്ടത്. അതല്ല എങ്കിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പലവട്ടം നടന്നതാണ്. PC ചാക്കോ മുഖ്യമന്ത്രിയെ നേരിൽ പോയി കണ്ട് പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടതാണ്. AK ശശീന്ദ്രനുമായിട്ട് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതാണ്. അപ്പോഴൊക്കെ തോമസ് കെ തോമസ് പലവട്ടം പല ആരോപണങ്ങളുമൊക്കെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നതാണ്. അപ്പോഴൊന്നും വഴങ്ങാതിരുന്നത് ഈ നിലവിൽ മന്ത്രിമാറ്റം വേണ്ട, PC ചാക്കോ പറയുന്നതിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ PC ചാക്കോ ഇങ്ങനൊരു വിമർശനം അല്ലെങ്കിൽ ഇങ്ങനൊരു മുഖ്യമന്ത്രിക്കെതിരായ ഒരു അതൃപ്തി നേതൃയോഗത്തിൽ പരസ്യമാക്കി പറയാനുണ്ടാക്കിയ ഒരു സാഹചര്യം. സൈഫുദ്ദീൻ, എന്തായാലും NCP-ക്കകത്ത് മന്ത്രിമാറ്റം നടക്കാത്തതിലുള്ള അതൃപ്തി ഇപ്പോഴും പുകയുന്നുണ്ട്. കഴിഞ്ഞ നേതൃയോഗത്തിൽ PC ചാക്കോ സംസാരിച്ചതിന്റെ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നത്.